A warm good evening to all. Respected Principal of Government Polytechnic College, Telakara, and other respected HODs of all other departments, and respected faculty members, and our today's resource person, Sri Sajith C, Lecturer, Department of Mechanical Engineering, Government Polytechnic College, Telakara. As part of the student empowerment and training program, the second topic of our today's discussion is seminar, the content search and report. So it should be an added advantage just to our students, especially in the case of S5 students, those who have already taken the seminar, but they have to search the content for the seminar and they have to prepare the report for that. So this session will be helpful to those students. So this is the second part. That means second topic as part of the set program, Department of Mechanical Engineering, Government Polytechnic College, Chelakara. So as part of Department of Mechanical Engineering, I welcome all the students to this program, and I also hand over to this session to our resource person Sri Sajith sir for his valuable comments about this topic. And also I request all the students to encourage with the discussions. This is a discussion also. You have to encourage Sri Sajsa to deliver more about the topics. That means seminar content and search and report preparation. So welcome all, and welcome Sajid sir. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പ്രാവശ്യം ഇനീഷ്യേറ്റ് ചെയ്ത ഒരു വിങ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കോളേജിലെ ആവശ്യമുള്ള എല്ലാ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ജനറലായിട്ടുള്ള ട്രെയിനിങ്ങുകളും അതേപോലെ വെബിനാറുകളാണ് ഓർഗനൈസ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓൺലൈൻ പ്രോഗ്രാമുകൾ കുറവായിരുന്നു, ഓഫ്ലൈനാണ് കൂടുതൽ. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഓഫ്ലൈനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ച് പേരുടെ ഡിമാൻഡ് കണ്ടിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സെമിനാറിൻ്റെ കണ്ടന്റ് സെർച്ച് എങ്ങനെയാണ് ചെയ്യുക, റിപ്പോർട്ട് കമ്പൈലേഷനിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു അവബോധം തരിക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ ക്ലാസ്സിനുള്ളത്. We will be having contents of presentation or discussion based on seminar, course objective, course outcome, course outline, and we would like to suggest you a methodology, and we will elaborate on how to do a competent content search, and we will see the contents of the report and some basic tools that will help you in that regard. So seminar is a common course for all programs in Revision 21 curriculum. It's in 5th semester, and the objectives are to develop skills in literature survey, technical presentation, paper presentation, and സ്റ്റുഡൻസിൻ്റെ ഒരു ലിറ്ററേച്ചർ സർവേ, ടെക്നിക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ നമ്മുടെ ഒരു ഓഫ്ലൈൻ മോഡ് സർവേ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഓൺലൈനിൽ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്, വളരെ കോമ്പിറ്റൻ്റ് ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കണ്ടന്റ്. പിന്നെ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻസ് ചെയ്യാം. ഓൾറെഡി നിങ്ങൾക്ക് ഓപ്പൺ സോഴ്സിലും അതേപോലെ പവർ പോയിന്റിലും നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ എങ്ങനെയാണ് പ്രസൻറ്റേഷന് വേണ്ട ഫയൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് പല കോമ്പറ്റീഷനിലും അക്കാര്യം കഴിഞ്ഞാൽ അതിനെ ഒരു ടെക്നിക്കൽ പേപ്പറായിട്ട് എങ്ങനെ മാറ്റാം,
അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവയർനെസ് തരണം എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ഒബ്ജക്റ്റീവ്. പിന്നെ നമ്മൾ ഒരു ഇംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച്, നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ മുന്നിൽ ഈ ടോപ്പിക്ക് 10 to 15 minutes അവതരിപ്പിക്കുന്നു. സോ ദാറ്റ്സ് എസെൻഷ്യലി സപ്പോർട്ടിങ് യുവർ പബ്ലിക് സ്പീക്കിംഗ് എബിലിറ്റി. പിന്നെ നമ്മുടെ സ്റ്റുഡൻസിനെ ലേറ്റസ്റ്റ് ടോപ്പിക് നമ്മുടെ കൺസേൺ ഡിസിപ്ലിൻ ആയാൽ, അതായത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആവാം, ഇലക്ട്രോണിക്സ് ആവാം, സിവിൽ എഞ്ചിനീയറിംഗ് ആവാം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആവാം, അതിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു അവയർനെസ് തരാം. ഇപ്പം നമ്മുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് സെമിനാർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് 60 സ്റ്റുഡൻറ് അപ്ഡേഷൻ ഉണ്ട്. അത് ഹ്യൂജാണ്. അത് ഈ കോഴ്സിൻ്റെ അടുത്ത ഒബ്ജക്റ്റീവാണ്. ഔട്ട്കം ഡെമോൺസ്ട്രേറ്റ് പ്രസൻറ്റേഷൻ സ്കിൽ, ഡെവലപ്പ് ടെക്നിക്കൽ പേപ്പർ യൂസിങ് ഓപ്പൺ സോഴ്സ് ടെക്നോളജി ഇൻ എ സ്യൂട്ടബിൾ വേ. ഇത് നിങ്ങളുടെ അസസ്മെൻറ്റ് ഉപയോഗിക്കുന്ന കോഴ്സ് ഔട്ട്കമാണ്. ഇതിലേക്കാണ് നിങ്ങളെ നമ്മൾ കൊണ്ടെത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഔട്ട്ലൈൻ ഓരോ സ്റ്റുഡൻറ്റും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മുടെ കോളേജിൽ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് പല ഡിപ്പാർട്ട്മെൻറ്റിലും പല സ്റ്റാറ്റസിലാണുള്ളത്. ഈ സ്റ്റുഡൻറ്റ് ഈസ് സപ്പോർട്ട് ടു ഐഡൻറ്റിഫൈ എ ടോപ്പിക് ഓഫ് കറണ്ട് റെലവൻസ് ഇൻ ഹിസ് ഏരിയ ഓഫ് സ്റ്റഡി ഓർ പ്രോഗ്രാം. ഓരോ കുട്ടിയും അവരുടെ പ്രോഗ്രാമിന് എൻ്റെ ഏരിയയിലുള്ള ഒരു ന്യൂ അപ്ഡേഷൻ അല്ലെങ്കിൽ ന്യൂ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു രീതിയിൽ ഒരു ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരിക്കലും സീനിയർ ബാച്ചിൽ ഉള്ള ടോപ്പിക്കുകൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റേതായിട്ടുള്ള ചില ഗൈഡൻസ് നിങ്ങൾക്ക് തരും. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ ടോപ്പിക്കുകൾ നമ്മൾ കുട്ടികൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരിക്കലും ആ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് നിങ്ങൾക്ക് വേറെ ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഷൈൻ സാർ, ഹലോ സാർ, സാർ മ്യൂട്ട് ചെയ്തോളൂ സാർ. ദെൻ ഈ ടോപ്പിക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കല്ല, അത് നിങ്ങൾക്ക് റെലവൻ്റ് ആണ്, സീനിയേഴ്സ് എടുത്തില്ല എന്നുള്ളത് ഉറപ്പിക്കണം. അതിനായിട്ട് കൺസേൺഡ് ആയിട്ട് സാധാരണ 2 ഫാക്കൽറ്റിയാണ് ഒരു ഗൈഡിങ്ങിന് ഉണ്ടാവുക. അവരുടെ അപ്രൂവൽ ടോപ്പിക്കിന് വാങ്ങണം. ദെൻ ദ മെയിൻ കണ്ടന്റ്, കളക്ട് സഫിഷ്യൻറ്റ് ലിറ്ററേച്ചർ ഓൺ ദ ടോപ്പിക് ആൻഡ് സ്റ്റഡി തറൗളി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു, സത്യം പറഞ്ഞാൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് മുന്നത്തെ ബാച്ചുകളിൽ നമ്മൾ ഈ ഒരു ഹെൽപ്പ് കൊടുക്കായിരുന്നില്ല. കാലക്രമേണ നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. പ്രത്യേകിച്ച് ലാസ്റ്റ് വർഷമൊക്കെ വളരെ കോമ്പറ്റൻ്റ് ആയ രീതിയിൽ മിനിമം ടൈമിൽ ലിറ്ററേച്ചർ സർവേ ചെയ്ത് ആ ഒരു റഫ് റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണത്. പിന്നെ ഫോർമാറ്റിൽ ആയിട്ട് കറക്റ്റ് ഫോർമാറ്റിൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, ദെൻ ഡു ദ പ്രസൻറ്റേഷൻസ്. ഇതാണ് സിലബസ് രീതിയിലുള്ളത്. വി ആർ സജസ്റ്റിംഗ് എ മെത്തഡോളജി. You have to do a topic search, like students of mechanical engineering department in our college. They are advised to locate a topic pertaining to their project. അങ്ങനെയാണ് ആദ്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രൊജക്റ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ആ ഗ്രൂപ്പിലെ 5 പേരും അല്ലെങ്കിൽ 4 പേരും ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഈ സെമിനാർ കഴിയുമ്പോൾ തന്നെ പ്രൊജക്റ്റിൻ്റെ ഒരു വലിയ ഒരു നോളജ് ബേസും ഒരു മെത്തേഡോളജിയും അവർക്ക് ക്ലിയർ ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ക്രൈറ്റീരിയ, ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് യു കനോട്ട് ഹാവ് ടോപ്പിക് ഡൺ ബൈ യുവർ സീനിയേഴ്സ്. അപ്പോൾ സീനിയർ ആൾക്കാർ ചെയ്ത ടോപ്പിക്കുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതല്ലാത്തൊരു ടോപ്പിക്ക് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ദാറ്റ്സ് ദ criteria given in mechanical engineering department. Each of our department has similar or diversified criteria. So you do your topic search and get faculty approval. അപ്പോൾ സാധാരണ കുട്ടികൾ പറയും ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടാനാണ് ബുദ്ധിമുട്ട്. കാരണം എന്ത് കണ്ടന്റ് കിട്ടിയാലും അത് വാലിഡ് അല്ല എന്നാണ് ഫാക്കൽറ്റി പറയുന്നത്. അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം, ഹൗ ടു ഡു എ കണ്ടന്റ് സെർച്ച് ഇൻ എ വാലിഡ് ആൻഡ് കോമ്പിറ്റന്റ് വേ. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് റഫ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ടോപ്പിക്കിൻ്റെ ഒരു പ്രോഗ്രസീവായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ്
കൊണ്ടുപോകുന്ന ഒരു റഫ് റിപ്പോർട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ആ റഫ് റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വൺസ് അത് റിപ്പോർട്ടിനെ ഡ്രാഫ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഫാക്കൽറ്റി അത് കണ്ട് എല്ലാം കമൻസ് ഒക്കെ തന്ന് അതിൻ്റെ ഒരു ബേസിക് തന്ന് നിങ്ങൾക്കതൊരു ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ പ്രസൻറ്റേഷന് വേണ്ട ഫയൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഓപ്പൺ സോഴ്സ് ടൂൾസ് ഉപയോഗിക്കാം. അങ്ങനെ പ്രസൻറ്റേഷന് വേണ്ട സ്ലൈഡുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ കണ്ടന്റ് സെർച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. ആ വീഡിയോസ് നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ സെമിനാർ പ്രസൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഫീഡ്ബാക്സ് ലഭിക്കും. ആ ഫീഡ്ബാക്സും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കാം. സോ ഈ മെത്തഡോളജി നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെ ഈ പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ ആ ഒരു കണ്ടന്റ് സെർച്ചും ഇനീഷ്യൽ റഫ് റിപ്പോർട്ട് കമ്പൈലേഷനും അതോറിറ്റീവ് ആണെങ്കിൽ, ഡീറ്റെയിൽഡ് ആണെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾക്ക് ഈ കോഴ്സ് ഔട്ട്കംസ് ഡെഫിനറ്റ്ലി ടു ഡു എ കണ്ടന്റ് സെർച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മൈക്കൊന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ സെമിനാർ ടോപ്പിക് ഒന്ന് പറയാൻ സാധിക്കുമോ? നിങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് സെർച്ച് ചെയ്യാം. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഒരു ചൂസൺ സെമിനാർ ടോപ്പിക്. ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് പറയാം. സാർ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. പൾവറൈസർ മെഷീൻസ്. പൾവറൈസർ മെഷീൻ. അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ഗൂഗിൾ എടുക്കും അല്ലേ? നമ്മൾ സെർച്ച് ചെയ്യണത് മെയിൻലി ഗൂഗിൾ ബേസ് ആയിട്ടാണ് അല്ലേ? ഗൂഗിളാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഗൂഗിളിൽ നിങ്ങൾ പൾവറൈസിങ് മെഷീൻസ് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ കിട്ടുക വളരെ വളരെ വിക്കിപീഡിയ ഡീറ്റെയിൽസ് ആണ്. അതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ യൂട്യൂബ് ലിങ്ക് കിട്ടും, പല രീതിയിലുള്ള ലിങ്കുകൾ കിട്ടും. ഇതിലൊക്കെ ഉള്ളൊരു പോരായ്മ എന്താ വെച്ചാൽ ഇതിൽ പലതും ഒരു ന്യൂസുകളോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിലിൻ്റെ കമ്പൈലേഷനോ ആയിരിക്കും. വേറെ ഒരാൾ ചെയ്ത ഒരു വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഇപ്പോൾ വിക്കിപീഡിയയുടെ ഒക്കെ ഒരു പ്രോബ്ലം, ഇത് എഡിറ്റബിൾ ആണ്. അപ്പോൾ അതിലൊന്നും അത്ര കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള, അത്ര വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതേ കാര്യം ഗൂഗിളിൽ ചെയ്യാതെ ഗൂഗിളിൻ്റെ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഗൂഗിൾ സ്കോളർ. ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ഇതേ കാര്യം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പൾവറൈസർ മെഷീൻസ് ആണിതെല്ലാം വാലിഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഡോക്യുമെന്റ്സ് ആണ്. ഈ പൾവറൈസർ മെഷീൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ റിവ്യൂ ചെയ്തിട്ടാണ്. അതൊക്കെ റിവ്യൂ ഓൾറെഡി പല ആൾക്കാരും ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ അതിലെ ഡെവലപ്മെൻറ്റുകൾ പല ആൾക്കാരും ചില പ്രൊജക്റ്റുകളായി ചെയ്ത് അതൊക്കെ സയൻറ്റിഫിക്കലി പബ്ലിഷ് ചെയ്ത കാര്യങ്ങളാണ് ഗൂഗിൾ സ്കോളറിൽ വരിക. ഇതിൽ എല്ലാ ഡോക്യുമെൻസും, മോസ്റ്റ് ഓഫ് ദ ഡോക്യുമെൻസും വാലിഡ് ആണ്, കോമ്പിറ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഒരുപാട് പഴയതൊന്നും നോക്കണ്ട. ലൈക്ക് 2019 തൊട്ട് നിങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ നോക്കൂ, PDFs അവൈലബിൾ ആണ്. ഒരുപാട് ഡോക്യുമെൻസിൻ്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ ഡിസൈൻ പൾവറൈസിങ് ഗ്രൈൻഡർ പൗഡർ അവക്കാഡോ മെഷീൻ. ഇപ്പോൾ പൾവറൈസർ മെഷീൻ തന്നെ പല പല കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഈ കാണുന്നത്. ഇനി എക്സ്പെരിമെൻ്റൽ ഓപ്റ്റിമൈസേഷൻ ഓഫ് പൾവറൈസർ മെഷീൻ റിവ്യൂ, ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫയലിൽ പൊതുവെ അബ്സ്ട്രാക്റ്റ് ഉണ്ടായിരിക്കും. ഈ അബ്സ്ട്രാക്റ്റ് നമുക്ക് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻറ്റിൻ്റെ, പർട്ടിക്കുലർ റിസർച്ച് പബ്ലിക്കേഷൻ്റെ കണ്ടൻറ്റിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണമാണ്. അപ്പോൾ ഇതിൽ അബ്സ്ട്രാക്റ്റ് വായിക്കുന്നു. എല്ലാവർക്കും അബ്സ്ട്രാക്റ്റ് കാണുന്നുണ്ടായിരിക്കും. യൂസിങ് സൺ ഡ്രൈയിങ് പ്രോസസ് ഓവർ ദി കോഴ്സ് ഓഫ് 3 days. ഇത് അവർ വർക്ക് ചെയ്ത ഈ ഒരു വർക്കിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദറായ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൽ ഇവർ പൾവറൈസർ മെഷീൻസിൻ്റെ പല കാര്യങ്ങളും ഓൾറെഡി വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. റിവ്യൂ പേപ്പേഴ്സ് എന്ന് പറയായിരിക്കും സെമിനാറിൻ്റെ കേസിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. റിവ്യൂ പേപ്പേഴ്സ്
ഓർ റിവ്യൂ ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനും സാധിക്കും. റിവ്യൂ ആർട്ടിക്കിൾ ഓർ റിവ്യൂ പേപ്പേഴ്സും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടു, ഇതിൽ റിവ്യൂ ഓഫ് നിങ്ങൾ ടോപ്പിക് ഇങ്ങനെ വായിച്ച് പോകണം. പൾവറൈസർ മെഷീൻസ് ഏത് ടോപ്പിക്കാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സംഭവം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. റിവ്യൂ ഓഫ് ഫുൾ ഡെപ്ത് പവർമെൻറ്റ്സ് മോഡേൺ ഇലക്ട്രിക് മെഷീൻ ഓവർവ്യൂ, ഇത് എല്ലാ ടോപ്പിക്കിലും കൂടിയിട്ടാണ് വരുന്നത്. സോ ഐ വിൽ ഗോ ഫോർ എനി ടൈപ്പ്. ഇതിൽ റിവ്യൂ പേപ്പേഴ്സോ ഒരുപാട് ഈ മെഷീൻസിൻ്റെ ഉള്ള പല വർക്കുകളുടെയും കമ്പൈലേഷൻ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം പേപ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ വേറൊരു ഏരിയ ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇതിൽ കമ്പ്യൂട്ടറിൻ്റെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഏരിയ പറയണം. മെഷീൻ ലേണിംഗ് ഇൻ ഇമേജ് പ്രോസസ്സിങ്. നമ്മൾ ഇതിൻ്റെ ഒരു ഏരിയയിൽ ഒരു ടോപ്പിക്ക് ലൊക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ദെൻ ഫേസ് മാറ്റ് മെഷീൻ ലേണിംഗ് ആൻഡ് ഇമേജ് പ്രോസസ്സിങ്, ഇത് നമ്മളൊരു പുതിയ ഒരു സംഭവത്തിൻ്റെ ഒരു വർക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫേസ് മാസ്ക് ഡിറ്റക്ടർ യൂസിങ് മെഷീൻ ലേണിംഗ് ആൻഡ് ഇമേജ് പ്രോസസ്സിങ് ടെക്നിക്. നമുക്ക് ആ ടൈറ്റിൽ തന്നെ നമുക്ക് അട്രാക്റ്റീവാണ്. ഒരു ഇമേജ് പ്രോസസ്സിങ് ടെക്നിക്ക് മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിൽ കമ്പൈൽ ചെയ്തിട്ട് ഫേസ് മാസ്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അബ്സ്ട്രാക്റ്റ് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഫീൽ ആവും. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഡൗൺലോഡ് ദിസ് പേപ്പർ ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ഷുവർ ഷോട്ട് സിമ്പിൾ വേ ടു ഗെറ്റ് ദി കണ്ടന്റ് ഓഫ് യുവർ സെമിനാർ. Machine learning in computer vision, a review. This review paper will be excellent because it will be compiling all the recent advancement of machine learning in computer vision. ഒബ്വിയസ്ലി ഇത് ആക്ച്വലി അവരുടെ ഒരു സെമിനാർ പോലെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിലെ അബ്സ്ട്രാക്ട് നിങ്ങൾക്ക് വായിക്കാം. ഇനി ഈ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇതിൻ്റെയൊക്കെ PDF അവൈലബിൾ ആണ്. PDF അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റീനെ അപ്രോച്ച് ചെയ്യണം. നിങ്ങൾക്കറിയാം നമുക്ക് നിംബസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആണ്. നിങ്ങളെല്ലാ സ്റ്റുഡൻസിനും അതിൽ ലോഗിൻ ID ഉണ്ട്. അപ്പോൾ ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള പ്രൊജക്ട് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടലാണ് സയൻസ് ഡയറക്റ്റ്. അവരുടെ ഏത് പേപ്പറും നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഫാക്കൽറ്റീനെ ഒന്ന് ഇൻട്രാക്ട് ചെയ്താൽ അവരതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും. സോ വി ആർ കമ്മിങ് ടു ദി കണ്ടന്റ് സെർച്ച്. സോ ഡു യുവർ കണ്ടന്റ് സെർച്ച് യൂസിങ് ഗൂഗിൾ സ്കോളർ. നിങ്ങൾക്ക് റെലവൻ്റായ പേപ്പേഴ്സ് കിട്ടും, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെലവൻ്റായ ചില പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ഫാക്കൽറ്റിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നിംബസ് വഴി എങ്ങനെ അതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്ന് അവർ കാണിച്ചു തരും. അങ്ങനെ ഒരു പേപ്പറിൻ്റെ കളക്ഷൻ ഉണ്ടാക്കുക. ടെക്നിക്കൽ പേപ്പേഴ്സിൻ്റെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള പേപ്പേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഗൂഗിൾ സ്കോളർ വഴിയുള്ള ഈ ഒരു പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് ഈ പേപ്പേഴ്സ് നിങ്ങളുടെ ഫാക്കൽറ്റീനെ ഒന്ന് കാണിച്ചാൽ അവർക്ക് അതിൻ്റെ അതോറിറ്റി ഫൈനലി കൺഫേം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സെമിനാറിൻ്റെ കണ്ടന്റ് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ സാധിക്കും. ഈ പേപ്പേഴ്സ് കൂടെ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ, ഫിഗറുകൾ, ടേബിളുകളൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾ ഒരു സൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാം. അത് ആദ്യം നിങ്ങൾ റഫ് റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യായിരിക്കും നല്ലത്. നമ്മൾ പറഞ്ഞു കണ്ടന്റ് സെർച്ച് കഴിഞ്ഞ് റഫ് റിപ്പോർട്ട്, അത് പേജ് യൂസ്ഡ് ഇൻ ലാസ്റ്റ് ഇയർ. കവർ പേജിൽ അത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കും, ദെൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും.
So seminar is a course in which there will be supervisors. ആ സൂപ്പർവൈസേഴ്സ് സർട്ടിഫൈ ചെയ്യും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇതിൻ്റെ പാർട്ട് 1 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. സോ പാർട്ട് 1 വിൽ ബി കവർ പേജസ്, ഡിക്ലറേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ്. Part 2 will be acknowledgement, abstract, contents, list of table, list of figures, abbreviations. നിങ്ങൾക്കിത് നോട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരില്ല, കാരണം ഓരോ പ്രോഗ്രാമിലും ആ സെമിനാർ റിപ്പോർട്ടിൻ്റെ സാമ്പിൾസ് നിങ്ങൾക്ക് തരും. ആ സാമ്പിൾ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു കണ്ടന്റിൻ്റെ പ്രത്യേകതയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സെമിനാറിൻ്റെ കാര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ ഒരു നന്ദി പറയലാണ് അക്നോളജ്മെൻറ്റ്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെമിനാറിൻ്റെ ഒരു കൺസൈസ് ആയിട്ടുള്ള സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിവരണത്തിനെയാണ് അബ്സ്ട്രാക്ട് എന്ന് പറയാം. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് പേജ്, നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ കണ്ടന്റ് സ്ലൈഡ് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ടേബിൾസ് ഉണ്ടായിരിക്കും. നമ്മുടെ റിപ്പോർട്ടിലുള്ള ടേബിൾസ് ഏതൊക്കെയാണെന്ന് ആദ്യം തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ പല ഇതിൻ്റെയൊക്കെ ഫിഗേഴ്സ് ഇപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ എവിടെയാണ് ആ ഫിഗേഴ്സ് ഉള്ളത്, ഈ സെമിനാർ റിപ്പോർട്ട് വായിക്കുന്ന നിങ്ങളുടെ ഒരു ജൂനിയറിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലാസ്മേറ്റിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാക്കൽറ്റിക്ക് ആ ഫിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അതാണ് ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ഇങ്ങനെ ഇനീഷ്യലി വെക്കുന്നത്. അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോംസ് ഒരുപാടുണ്ടായിരിക്കും. ആ ഷോർട്ട് ഫോംസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടന്റ്. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, നമ്മുടെ റിപ്പോർട്ടിൽ ഈ ഒരു പർട്ടിക്കുലർ കണ്ടന്റിനെ റോമൻ ലെറ്ററിലാണ് ഇതിനെ റോമൻ ലെറ്ററിലാണ് സാധാരണ ഓറിയന്റ് ചെയ്യുക. ദെൻ യു വിൽ ഹാവ് യുവർ ജനറൽ ആയിട്ടുള്ള കവർ പേജ്, ഡിക്ലറേഷൻ, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അക്നോളജ്മെന്റ്, അബ്സ്ട്രാക്ട്, കണ്ടന്റ്, ലിസ്റ്റ് ഓഫ് ടേബിൾ, ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്, അബ്രിവിയേഷൻ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ മെയിൻ കണ്ടന്റ്. എപ്പോഴും ആദ്യത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, നമ്മുടെ ടോപ്പിക്കിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. പിന്നെ ഫർദർ ചാപ്റ്റർ നമ്മുടെ ടോപ്പിക്കിന്റെ കാര്യങ്ങൾ 2 or 3 ചാപ്റ്റേഴ്സ് ആയിട്ട് പറയും. അതാണ് നമ്മുടെ മെയിൻ കണ്ടന്റ്. ഫൈനൽ ചാപ്റ്റർ കൺക്ലൂഷൻ കഴിഞ്ഞാൽ റെഫറൻസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സാമ്പിൾസ് അതാത് ഡിപ്പാർട്ട്മെന്റ് തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെങ്ങനെയാണ് സബ് ഹെഡിങ് വരുന്നതെന്നൊക്കെ നോക്കിക്കോളൂ. ലൈക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ്. അതിന് തന്നെ ഈ ഒരു സെമിനാറിൽ 4 കണ്ടന്റ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ സബ് ഹെഡിങ് ഒരു ടാബ് ഇട്ടിട്ട് 1.1, 1.2, 1.3, 1.4 ഇങ്ങനെയാണ് പറയാം. അതേപോലെ ഓരോ ചാപ്റ്ററിന് സബ് ഹെഡിങ്സ് ഉണ്ടെങ്കിൽ അതിന് ടാബ് ഇട്ടിട്ട് ചിലപ്പോൾ ഒരു സബ് ഹെഡിങ്ങിൽ തന്നെ വീണ്ടും അതിനെ ഫർദറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4.3 എന്നുള്ളൊരു സബ് ഹെഡിങ്ങിനെ വീണ്ടും ടാബ് ഇട്ടിട്ട് നിങ്ങൾക്ക് അതിനെ ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൺക്ലൂഷനാണ് ലാസ്റ്റ് ചാപ്റ്റർ. ലാസ്റ്റ് നമ്മൾ ഉപയോഗിച്ച റെഫറൻസുകൾ, ഇവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് വരിക. പലപ്പോഴും റെഫറൻസുകൾ പല വെബ്സൈറ്റുകളും വെക്കുന്ന സെമിനാറുകളാണ് നമ്മൾ കാണാറുള്ളത്. അതൊരിക്കലും ഒരു വാലിഡ് ആയിട്ടുള്ള രീതിയല്ല. ഈ റെഫറൻസ് ആയിട്ട് നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ഈ ടെക്നിക്കൽ പേപ്പേഴ്സ് വെക്കുകയാണെങ്കിൽ നമ്മുടെ സെമിനാർ റിപ്പോർട്ടിന് വളരെ വാലിഡിറ്റി വരുന്നു. ഇത് നിങ്ങൾക്ക് ഫർദറായിട്ട് പല പ്ലാറ്റ്ഫോമിലും യൂസ് ഉണ്ടായിരിക്കും. കാരണം നല്ലൊരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ളൊരു സെമിനാറാണ് നിങ്ങൾ ചെയ്തതെന്നുള്ള ഫസ്റ്റ് തെളിവാണ് അതിൽ നിങ്ങൾ എന്ത് റെഫറൻസാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടന്റുകളാണ് നമ്മുടെ റിപ്പോർട്ടിന് സാധാരണ വേണ്ടി വരിക കേട്ടോ. ഇനി ഡ്രാഫ്റ്റിംഗ് ടൂൾ എന്ന് പറയുമ്പോൾ കമ്പൈലേഷൻ ചെയ്യാനായിട്ട് ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം, MS Word യൂസ് ചെയ്യാം. നിങ്ങൾ വെൽ അവെയർ ആണ്. പിന്നെ പലപ്പോഴും നമ്മുടെ സെമിനാറുകളിൽ ഗ്രാമർ മിസ്റ്റേക്കുകൾ, അതേപോലെ റീഫ്രേസിങ്ങിൻ്റെ ഒക്കെ ആവശ്യം വരാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ടെക്നിക്കൽ ലിറ്ററേച്ചറിന്, ലൈക്ക് നമ്മളൊരു ലിറ്ററേച്ചറിന് ഒരു കണ്ടന്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇതിന്ന് നമ്മളൊരു കണ്ടന്റ് എടുക്കാൻ പോവുകയാണ്. ഒരിക്കലും അതിനെ അതേപോലെ യൂസ് ചെയ്യണ്ട. ഇതാണ് നമ്മുടെ ഒരു കണ്ടന്റ്. ഇതിന് നമ്മളൊരിക്കലും അതേ രീതിയിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കതിനെ റീഫ്രേസ് ചെയ്യാം. റീഫ്രേസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ക്വിൽബോട്ട്. ഈ ക്വിൽബോട്ടിൽ നിങ്ങൾക്ക് പാരാഫ്രൈസ് ചെയ്യാം, ഗ്രാമർ ചെക്ക് ചെയ്യാം കേട്ടോ. പാരാഫ്രൈസ് ചെയ്യാം, ഗ്രാമർ ചെക്ക്. അപ്പോൾ ഇതിനെ കുറച്ച് വ്യത്യാസപ്പെടുത്തി അവർ തരും. സോ ഇറ്റ്സ് എ യുണീക്ക് വൺ. നിങ്ങൾക്ക് വേറെ പ്രോബ്ലം ഇല്ലാതെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം.
ക്വിൽബോട്ടിൽ ഓൾറെഡി ഗ്രാമർ ചെക്ക് ഉണ്ട്, അതുപോലെ ഗ്രാമർലി ഉണ്ട്. ഗ്രാമർലിയിൽ നിങ്ങൾക്ക് ഗ്രാമർ ചെക്ക് ചെയ്യാം. സോ അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ ഗ്രാമർ ചെക്കിനും പാരാഫ്രൈസിങ്ങിനും റീഫ്രൈസിങ്ങിന് യൂസ് ചെയ്യാവുന്ന ഇത്തരം ടൂളുകൾ. ഇത്തരം ടൂളുകൾ നിങ്ങൾ യൂസ് ചെയ്യാം. വെറുതെ ഒരു കോപ്പി പേസ്റ്റ് എന്നുള്ള രീതിയിലല്ല, നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കണം സെമിനാർ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് അതിൻ്റെ ഈ പ്രിപ്പയർ ഓൺ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് സ്പെസിഫൈഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിപ്പോർട്ടായിരിക്കണം, കുറേ കട്ട് ആൻഡ് പേസ്റ്റോ കോപ്പിയോ അല്ല അവിടെ വരേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഫൈനലായിട്ടുള്ളൊരു ഇതെന്താ വെച്ചാൽ, ടോപ്പിക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. സെർച്ചിങ് ഗൂഗിൾ സ്കോളർ ഉപയോഗിച്ച് ചെയ്യാം. അതുവഴി കിട്ടുന്ന കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അട്രാക്റ്റീവായി തോന്നുന്ന റിസർച്ച് പേപ്പേഴ്സ്, പ്രൊജക്ട് പേപ്പേഴ്സ്, പബ്ലിഷിങ്സ് എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങളുടെ ഫാക്കൽറ്റിനോട് പറയുമ്പോൾ നിംബസ് എന്നുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്. അതുപയോഗിച്ച് ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ബാക്കിയുള്ളത് കുറേയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പേപ്പേഴ്സ് വായിച്ചിട്ട് നിങ്ങളുടെ സെമിനാർ കണ്ടന്റിൻ്റെ ഒരു റഫ് റിപ്പോർട്ട് ഫിഗേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ കമ്പയർ ചെയ്തതിനെ ഒന്ന് ശരിയാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ഫൈനൽ റിപ്പോർട്ടിലേക്ക് പോകാൻ പറ്റും. ഫൈനൽ റിപ്പോർട്ട് ഒരു ഡെഫിനിറ്റ് ഫോർമാറ്റിലുള്ളതാണ്. അതാത് ചെയ്യും. അപ്പോൾ വൺസ് നിങ്ങൾക്കൊരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് സെർച്ച് കഴിഞ്ഞ് കുറച്ച് ടെക്നിക്കൽ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ഗ്രാമർ ചെക്കിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റീഫ്രൈസിങ്, പാരാഫ്രൈസിങ് ചെയ്യേണ്ടി വരും. അവിടെ കിൽബോട്ട്, ഗ്രാമർലി എന്നുള്ള ടൂളുകൾ യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് ടൂളുകളുണ്ട്. അപ്പോൾ ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്ന 2 ടൂളുകളുടെ ലിസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മിനിമം ടൈമിൽ കണ്ടന്റ് സെർച്ച് കഴിഞ്ഞാൽ മിനിമം ടൈമിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ഒരു ബെസ്റ്റ് മെത്തഡോളജി റിപ്പോർട്ട് ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് യു ക്യാൻ ഡു ദ പ്രിപ്പറേഷൻ ഓഫ് യുവർ പ്രസൻറ്റേഷൻ ഫയൽ. പ്രസൻറ്റേഷൻ ഫയലിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഈസി ആയിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്സ് വെച്ചിട്ട് ഈ റിപ്പോർട്ടിനെ ഒന്ന് മോഡിഫൈ ചെയ്യുക, അതിനെ പ്രിൻ്റ് എടുക്കുക, ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യുക. പലപ്പോഴും S5 കഴിഞ്ഞ സെമിനാറുകളുടെ റിപ്പോർട്ട് വെക്കാനായിട്ട് S6ൻ്റെ അവസാനം വരെയൊക്കെ പല കുട്ടികളും ബുദ്ധിമുട്ടിന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാലും അതിലെ കോമ്പീറ്റൻറ്റ് കണ്ടന്റിന് വേണ്ടി ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട്. ടൂൾസ് അവൈലബിൾ ആണ്. ഈ ടൂൾസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ രീതി, മെത്തഡോളജി നിങ്ങളുടെ മുമ്പിൽ പറയുക. അതാത് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന ആ ഒരു റിപ്പോർട്ട് ഫോർമാറ്റിൽ നിങ്ങൾ ഇതിനെ കമ്പൈൽ ചെയ്യുക. അങ്ങനെ മിനിമം എഫേർട്ടിൽ മാക്സിമം എഫക്റ്റീവ്നെസ്സിൽ നിങ്ങളുടെ ഈ സെമിനാർ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനോടനുബന്ധിച്ചുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം. സാറേ, യെസ് അതുൽ. സാറേ നമുക്കേ സിസ്റ്റം ഇല്ലാത്ത കുട്ടികൾക്ക് കോളേജിലത്തെ സിസ്റ്റം യൂസ് ചെയ്ത് സിസ്റ്റം അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ലാബുകളിലെ സിസ്റ്റം യൂസ് ചെയ്യാം. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണെങ്കിൽ കാഡ് ലാബിൽ സിസ്റ്റംസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സെമിനാർ ബാർ പ്രൊജക്റ്റ് അവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, എക്സ്ട്രാ ടൈം യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഷൈൻ സാർ, വേറെ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഹലോ സാർ. എല്ലാവർക്കും യെസ് സാർ. Sir, can you explain the different slides to be prepared for a seminar? നമുക്കത് ഇപ്പം നമ്മൾ ചെയ്ത ഈ പ്രസൻറ്റേഷൻ നിങ്ങളൊരു സാമ്പിളായിട്ട് എടുക്കാം.
There will be a heading slide, there will be a content slide. ആ കണ്ടന്റ് സ്ലൈഡിൽ ആദ്യത്തെ ഒരു കാര്യം ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആണ്. ഒബ്വിയസ്ലി ഫസ്റ്റ് സ്ലൈഡ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഒരു സ്ലൈഡിൽ കുറേ വേർഡിൻ്റെ ആവശ്യമില്ല. ഒരു പ്രസൻറ്റേഷൻ എയ്ഡാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് അല്ല. അപ്പോൾ നമുക്ക് ഈ കോഴ്സ് ഒബ്ജക്റ്റീവ് പറയാനായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ സപ്പോർട്ടാണ് ഓരോ സ്ലൈഡ്. നിങ്ങൾ അതിനെ ഫ്രെയിം ചെയ്യണം. ഇതിൽ കുറേ കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതിനുള്ള ഫിഗേഴ്സ് പല സ്ലൈഡുകളിലും ചിലപ്പോൾ ഫിഗർ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊരു കാര്യം ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ ആ ഫിഗർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ സെമിനാർ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഇൻട്രൊഡക്ഷൻ സ്ലൈഡ് തൊട്ട് നമുക്കുള്ള ചാപ്റ്റർ സ്ലൈഡുകൾ വരെ എങ്ങനെയാണ് റിപ്പോർട്ടിലുള്ള ചാപ്റ്റേഴ്സ് ഉള്ളത് അതിൻ്റെ ഓറിയൻറ്റേഷനിൽ തന്നെ സ്ലൈഡുകൾ ക്രമീകരിക്കാം. ലാസ്റ്റ് നിങ്ങൾക്ക് കൺക്ലൂഷൻ പറയാം. റഫറൻസ് സ്ലൈഡ് ആയിരിക്കും ലാസ്റ്റ് ആയിട്ടുള്ളത്. ഞാനിതിൽ റഫറൻസ് ആയിട്ട് വെച്ചിട്ടില്ല, ജനറലായ രീതിയിലത്തെ ഒരു പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് വെച്ചില്ല. നമ്മുടെ സെമിനാർ കോഴ്സ് ആണെങ്കിൽ ദ കണ്ടന്റ് ഓഫ് പ്രസൻറ്റേഷൻ ഷുഡ് സ്റ്റാർട്ട് വിത്ത് ഇൻട്രൊഡക്ഷൻ, ഫർദർ ചാപ്റ്റേഴ്സ്, കൺക്ലൂഷൻ ആൻഡ് ലാസ്റ്റിൽ റഫറൻസ് ഉണ്ടായിരിക്കും. ഓരോ പ്രോഗ്രാമിലും നിങ്ങൾക്ക് ആ ഒരു സ്ലൈഡ് മോഡൽ സ്ലൈഡ്സ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലും അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ലൈഡുകളുടെ ആ മോഡലിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു 10-12 സ്ലൈഡിൻ്റെ ആവശ്യമുള്ളൂ. അതുപയോഗിച്ച് തന്നെ നമ്മുടെ സെമിനാർ പ്രസൻറ്റേഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. സെഷൻ കോർഡിനേറ്റ് ചെയ്ത ഷൈൻ സാറിനും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. Okay, I thank all the students to participate this program, who have participated this program. Thank you once again. Best wishes to all the students.